യുവതലമുറയുടെ സംരംഭങ്ങൾക്കായി പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ തുടക്കം കുറിച്ച സ്റ്റാർട്ടപ്പ് വില്ലേജ് 3 വർഷത്തെ വിജയകരമായ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായാണ് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഡിജിറ്റൽ രൂപത്തിലാണ് സ്റ്റാർട്ടപ്പിന്റെ രണ്ടാം ഘട്ടം. സ്റ്റാർട്ടപ്പ് വില്ലേജ് ദേശീയതലത്തിൽ വ്യാപിപ്പിക്കാൻ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം അനുമതി നൽകിയതോടെയാണ് ആദ്യ സ്റ്റുഡന്റ് ഡിജിറ്റൽ ഇൻക്യുബേറ്റർ എന്ന ആശയം സാക്ഷാത്കരിക്കപ്പെടുന്നത്. രാജ്യത്തെ 50 ലക്ഷം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് സംരംഭക സംസ്കാരം വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന രീതിയിലാണ് ഇത് രൂപപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റാർട്ടപ്പുകൾക്കായി സംസ്ഥാന സർക്കാർ 5 പദ്ധതികൾക്ക് തുടക്കമിട്ടതായി മുഖ്യമന്ത്രി അറിയിച്ചു. First, build world-class physical infrastructure. Second, build world-class communication infrastructure. Third, build world-class talent pipeline, world-class funding infrastructure. Lastly, create world-class incubators. This is where the role of incubators like Startup Village becomes very important. രാജ്യത്തെ 3500 എഞ്ചിനീയറിംഗ് കോളേജുകളിലെ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് സ്റ്റാർട്ട് ഇൻ കോളേജ് എന്ന പേരിൽ പരിശീലന പരിപാടിയും ആരംഭിക്കുന്നുണ്ട്. ഇൻഫോസിസ് സ്ഥാപകൻ ക്രിസ് ഗോപാലകൃഷ്ണൻ, ദേശീയ ശാസ്ത്ര സാങ്കേതിക സംരംഭക വികസന ബോർഡ് മേധാവി ഡോക്ടർ HK മിത്തൽ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ 1 തിരുവനന്തപുരം.